നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ശുക്രൻ രാശിയിലുണ്ട്. 2-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിയിലേക്കുള്ള വരവ് ഒരു ഊർജ്ജത്തെ പ്രദാനം ചെയ്യും. ഇത്രയും കാലം കഴിഞ്ഞ 3 മാസത്തോളമായി ശുക്രൻ 12-ാം ഭാവത്തിലായിരുന്നു. 12-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ല. പക്ഷേ ശുക്രൻ്റെ ഉച്ച രാശിയാണ് മീനൻ രാശി. മേടൻ രാശിക്കാർക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ല. മറിച്ച് ഇടവൻ രാശിക്കാർക്കൊക്കെ ആ ശുക്രൻ നല്ല ഫലത്തെ, ശുഭഫലങ്ങളെ പ്രദാനം ചെയ്തിരിക്കും. ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു, മേടൻ രാശിയിൽ നിൽക്കുന്നു. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 7-ാം ഭാവാധിപത്യം, വിവാഹം, യാത്ര തുടങ്ങിയ വിഷയങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. മറ്റൊന്ന് കുടുംബ വിഷയമാകുന്നു, തൻ്റെ ധനമാകുന്നു, തൻ്റെ വാക്കാകുന്നു. ഇവിടെ മേടൻ രാശിക്കാർക്ക് പല പരിമിതികളുമുണ്ട്. രാശിധിപനായ ചൊവ്വ നീചസ്ഥനായി നിൽക്കുകയാണ്, വ്യാഴം 3-ലാണ്. എങ്കിലും ഈ ശുക്രൻ്റെ ഈ വരവ് മേടൻ രാശിക്കാർക്ക് ഒരു പുതിയ നൂതനമായ ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ആയതിനാൽ ഈ ശുക്രൻ്റെ വരവ് മേടൻ രാശിക്കാർക്ക് ഉള്ള അരിഷ്ടതകളൊക്കെ മാറ്റും. ലഗ്നത്തിൽ ശുഭഗ്രഹമാണ്. സൗമ്യ ലഗ്നഗതേ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരിയ ഫലം പൃച്ഛതാം. സുഖസ്ഥിതി, ദേഹത്തിൻ്റെ ഒരു സുഖമായ അവസ്ഥയെ പ്രദാനം ചെയ്യും. കാരണം ശുക്രൻ ഒരു മെറ്റീരിയൽ പ്ലാനറ്റാണ്, ഭൗതിക സുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഈ ഒരു വാരക്കാലം സ്ത്രീ സൗഹൃദങ്ങൾ ധാരാളം ഉണ്ടാകും. വിദേശ യാത്ര ഈ ആഴ്ച സംഭാവ്യമാണ്, അതിന് ശ്രമിക്കുക. പുത്തൻ പരിപാടികൾ ആരംഭങ്ങൾക്കും നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മേടൻ രാശിക്കാർക്ക് 4-ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ വന്നു. വീട്, ഗാർഹികമായ അന്തരീക്ഷങ്ങൾ, ജലം, ജലാശയങ്ങൾ, ഗൃഹനിർമ്മാണം, ഭൂമി വാങ്ങൽ, വിൽക്കൽ, കച്ചവടം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ചൊവ്വയോടുകൂടി യോഗം ചെയ്ത് അവിടെ നിൽക്കുന്നു. ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. അതിനാൽ അവിടെ ഈ ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള ദിഗ്രഹയോഗം വളരെയധികം ശുഭഫലത്തെ പ്രദാനം ചെയ്യും മേടം രാശിക്കാർക്ക് ഈ വാരം. ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള യോഗം ഒരു ലക്ഷ്മി യോഗമാണ്. ശശിമംഗള സംയോഗോ യസ്യ ജന്മനി വിദ്യതേ വിമുഞ്ചതി നദം ലക്ഷ്മീഹി ലജ്ജാം കുലവധൂമിവ. കുലവധുക്കളെ ലജ്ജ കൈവിടാത്തതുപോലെ ഈ ശശിമംഗള യോഗം ലക്ഷ്മിത്വത്തെ പ്രദാനം ചെയ്യും. പുത്തൻ പരിപാടികൾ, ആരംഭം, ഇതൊക്കെ ഉണ്ടാകും. കാരണം രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്. ഊർധ്വാസേ തനുകേ പ്രസൂതിഹി. പുതിയ പദ്ധതി, ആരംഭം, തുടക്കം, ഇതൊക്കെ ഊർധ്വമുഖ രാശിയാകുമ്പോൾ ഉണ്ടാകും. വിവാഹ തീരുമാനങ്ങൾ ഈ വാരത്തുണ്ടാകാം. വിവാഹ സംബന്ധമായ പെണ്ണ് കാണൽ അല്ലെങ്കിൽ വരനെ കാണൽ മുതലായ നല്ല
കർമ്മങ്ങളൊക്കെ സംഭവിക്കുന്ന വാരമാകുന്നു ഈ വാരം. അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ വാരം പ്രായണ വളരെ ഗുണമാണ്. കർമ്മമേഖലയിൽ ചൊവ്വ 12ാം ഭാവത്തിലാണ്. അത് ശ്രദ്ധിക്കണം. കർമ്മത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, തൻ്റെ ഭൃത്യജനങ്ങൾ, തൊഴിലാളികളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വന്നാൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ വലിയ വലിയ ആളുകളെ വെച്ച് ജോലി ചെയ്യുന്ന മുതലാളിമാർക്ക് ക്ലേശങ്ങൾ ധാരാളം വരും. പുത്തൻ സഞ്ചാരം വരും, വാഹന സുഖം വരും, ആഡംബര വിഷയങ്ങളിലും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. എല്ലാ മേടൻ രാശിക്കാർക്കും ഒരു ശുഭമായ ഒരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.